ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കേസും കേസ് അല്ല, കണ്ടിന്യൂ ബ്രേക്ക് ആണ്. അതായത് എന്താണ് കണ്ടിന്യൂ, എന്താണ് ബ്രേക്ക് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്താണ്, ബ്രേക്ക് എന്താണ്, കണ്ടിന്യൂ എന്താണെന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് എന്താണ്, കണ്ടിന്യൂ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അതായത് നമ്മളിപ്പോൾ ലൂപ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രേക്ക്, എന്താണ് കണ്ടിന്യൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇൻ കേസ് നമുക്കൊരു ഫോർ ലൂപ്പ് ഉണ്ടാക്കിടാം. ഇൻ ഈക്വൽ ടു 0 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ i പ്ലസ് പ്ലസ്. സോ ലൂപ്സ് ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്, മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ അതിൽ നമ്മൾ പ്രോപ്പറായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡീബഗ്ഗിങ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ലൂപ്പ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാം. വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. അത് 1 തൊട്ട് 0 തൊട്ട് 10 പ്രിന്റ് ചെയ്യിക്കുന്ന ഒരു ലൂപ്പാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് എന്താണ് ബ്രേക്ക് എന്നുള്ളത്. സോ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യാനുള്ള, അതായത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് കൊടുത്താൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ബ്രേക്ക് പ്രിന്റിന് അടിയിൽ കൊടുക്കാം. കണ്ടില്ലേ, അത് നമുക്ക് 0 വരെ പ്രിന്റ് ആയി. അതായത് ഒറ്റ ലെവലിൽ ബ്രേക്ക് എത്തിയപ്പോൾ എന്തായി, ആ ലൂപ്പിൽ നിന്ന് നമ്മൾ എന്തായി പോയി, എക്സിറ്റ് ആയി പോയി. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. സോ നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഇതിലെത്തി. അപ്പോൾ i = 0, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ i പ്ലസ് പ്ലസ്. സോ അത് ക്ലിക്ക് ചെയ്തു, 0 ഇനിഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് i പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്തപ്പോൾ എന്താണ്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയി. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്. സോ ഈ ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ i ഈക്വൽ ടു 5 ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ബൂളിയൻ റിട്ടേൺ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ, അതായത് y ഈക്വൽ ടു 5 കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് ആയി. ഇപ്പം ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ കണ്ടോ, ഇപ്പോൾ 0 തൊട്ട് 5 വരെ. ഇപ്പം 5 വരുമ്പോൾ എന്തായി, ഇപ്പം ഈ കണ്ടീഷൻ ട്രൂ ആയി പോയി. = 5 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. സോ അതിൻ്റെ ഒരു ഇതിൽ, അതായത് ട്രൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവും. അപ്പോൾ ബോഡിയുടെ അകത്ത് എന്താണുള്ളത്, ബ്രേക്കാണ്. സോ അതുകൊണ്ടാണ് എന്തുണ്ടായത്, ഇത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് ഈ ലൂപ്പ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ആയിപ്പോയി. സോ ഇതാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പം നിങ്ങൾക്ക് ബ്രേക്ക് അറിയാം. പിന്നെ ഇതുപോലത്തെ ഒരു സിനാരിയോ ആണ് കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ എടുക്കാം. ഞാൻ കമാൻഡ് ചെയ്യാം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, നമുക്കിതിൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേണം നമുക്കൊരു റിയൽ ടൈം ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇഫ് ഇൻ കേസ് ഒരു ഈവൻ നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഇത് പ്രോഗ്രാം എഴുതാം. ഇപ്പോൾ ഇഫ് i = ഇപ്പോൾ ഈവൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും, അല്ലെങ്കിൽ i.is ഈവൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വേണം കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ കൊടുക്കാം. 2 = 0 ആണെങ്കിൽ എന്താണ്, കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. പ്രിന്റ് പ്രിന്റ് ഇവൻ നമ്പർ i സിമ്പിൾ i. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ ഉണ്ടാവണമെന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഇതിലിപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ് ഇതായി പോയിക്കുന്നത്. നമുക്ക് ഈവൻ നമ്പേഴ്സ് ആക്കണമെങ്കിൽ ഇപ്പോൾ നോട്ട് ഈക്വൽ ടു ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ആയി കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ 2 4 6 8. ഓക്കെ, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് കാണിച്ചു തരാം. ഡീബഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനിഷ്യലൈസേഷൻ ആണ് സംഭവിക്കുക. ഐ ഇസ് ഈക്വൽ ടു 0. സോ ഐ ഇനിഷ്യലൈസ് ചെയ്തു, അതിൻ്റെ വാല്യൂ 0. സോ ഇവിടെ ചെക്ക് ചെയ്യണം ഐ മോഡുലാർ 2. അതായത് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് യൂസ് ചെയ്യണം, പ്രീവിയസ് വീഡിയോസിലുണ്ട് അത് എന്താണെന്നുള്ളത്. അതായത് അല്ലെങ്കിൽ വേണ്ട, അത് ആ വീഡിയോയിൽ പോയിട്ട് നോക്കി നോക്കുക. ഇത് ഇപ്പം ഞാനിപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം കുറേ പോകും. ഓക്കെ, ഇതിൻ്റെ നമുക്ക് റിമൈൻഡർ എത്ര പേരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആയി. സോ ട്രൂ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യാണ്ട് ഔട്ടർ ലൂപ്പിലോട്ട് പോയി. അവിടെ എന്താണ് പ്രിന്റ് ഐ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്തായി, ഈ പൈൻ്റെ വാല്യൂ 0 അവിടെ പ്രിന്റ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് 1 ആയി. ഇപ്പോൾ 1 വന്നപ്പോൾ കണ്ടില്ലേ, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ഇതിൻ്റെ ബോഡിയിലോട്ട് പോയിപ്പോൾ കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ, കണ്ടിന്യൂ എന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യും. അതായത് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരായിരുന്നു. ഇത് ഈ സിനാരിയോയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യും. അതായത് പ്രിന്റ് നടക്കാണ്ട് ഫോർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ട് പോകും. ഇപ്പം ഇത് നോക്കിയോട്ടെ പോകുന്ന കണ്ടില്ലേ, അതായത് നേരെ പോയി ഇവിടെ 2 ആക്കി. അത് കഴിഞ്ഞ് 2 വന്നു. അപ്പോൾ 2 നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തായി, ബോഡി പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഫോറിലോട്ട് പോയി. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ വെച്ച് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂ എന്ന് വെച്ചാൽ സ്കിപ്പും, ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയിടുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇപ്പോൾ ഇന്നത് ശരിയാവുന്നില്ല, ഇന്നത് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല, ഇപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ നമുക്കത് വായിച്ച് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസ് നമുക്ക് ഉണ്ടാക്കണം. സോ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഇപ്പം ഇതൊരു എമർജൻസി, ഇപ്പോൾ നമ്മൾ ലൂപ്സിൻ്റെ സെക്ഷനാണ് ഈ പ്ലേലിസ്റ്റിൽ പോകുന്നത്. സോ ഇത് കുറച്ചുകൂടി എമർജൻസി ടോപ്പിക് ആയ കാരണം നമ്മളിത് എക്സ്റ്റേണലി അതൊരു എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്, ഈ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.